അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് കിട്ടുന്നതിന്റെ കണക്കുകൾ ഒരിക്കലും വെളിയിൽ വരുന്നില്ല. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ വൈറ്റ് പേപ്പർ ഇറക്കിയത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മുൻപ് കിട്ടിയിരുന്നത്, ഇപ്പൊ എന്തൊക്കെ എല്ലാം രേഖയോടെ കൊടുത്തിട്ടുണ്ട്. ഇത് തർക്കിക്കാൻ വേണ്ടി തർക്കിക്കാം. എന്നാൽ എന്താ ഇവരൊന്നും കോടതി പോകാൻ എന്ത് കോടതി വിധി വരട്ടെ. അത് ഇലക്ഷൻ വരുമ്പോ കോടതി പോകും. ഇത് കഴിയുമ്പോൾ വിധി വരികയും ചെയ്യും, മാപ്പ് പറയുകയും ചെയ്യും. അതാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും നമുക്ക് വളരെയേറെ ജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ ഒന്നാണ്. സ്വാഭാവികമായിട്ടും അത് കേന്ദ്രം ഇതിനൊരു നടപടി എടുക്കണം. ആരുടെ പേരുകൾ അനൗൺസ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് തൃശ്ശൂരിൽ നമുക്ക് സുരേഷ് അപ്പുറത്ത് വേറെ സ്ഥാനാർത്ഥി ഇല്ലാതാനും സമയമാകുമ്പോൾ കൃത്യമായിട്ട് കേട്ടില്ല. തീർച്ചയായിട്ടും തുറക്കണമല്ലോ. അതിനുള്ള ശ്രമമുള്ള നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപിയോ എംഎൽഎ പോലും ഇല്ലാതെ ഇത്രയേറെ വികസന പദ്ധതികൾ ഒരു സംസ്ഥാനത്തിന് കൊടുക്കണമെങ്കിൽ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ഒരു നോട്ടം ഒരു സംസ്ഥാനത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ത്രിപുര പോലെ ഇവിടെ തിരുവനന്തപുരത്തും നമ്മുടെ അക്കൗണ്ട് തുറക്കും ഭരണവും കൊണ്ടുവരും. എപ്പോഴും ഇത്തവണത്തെ ഇലക്ഷനിൽ അക്കൗണ്ട് തുറന്നിരിക്കും. ഇതുവരെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ്. പാർട്ടി ആരുടെ പേര് അനൗൺസ് ചെയ്തത് നമ്മളെല്ലാവരും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. സ്വാഭാവികമായിട്ട് അത് നാഷണൽ കൗൺസിൽ മെമ്പർ എന്ന നിലയ്ക്ക് വേദിക്ക് സ്ഥാനം തരുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഇത് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. കാരണം നിങ്ങളെ പോലെ തന്നെ എന്നെക്കാൾ മുമ്പ് എന്തായാലും പത്രക്കാരെ നിങ്ങൾ അറിയും. കാരണം ഞാൻ ഇതേ തൊഴിൽ ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൂരവസ്ഥ അതുകൊണ്ട് എനിക്കറിയാം. എന്നെക്കാൾ മുമ്പ് നിങ്ങൾ അറിയും. തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ 3-4 തവണകളായിട്ട് 30%-ലധികം വോട്ടും രണ്ടാം സ്ഥാനത്തും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും മോശം സമയത്തും ഏറ്റവും നല്ല സമയത്ത് രണ്ടാം സ്ഥാനം സ്ഥിരമായി നമ്മൾ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ലൊരു സ്ഥാനം തിരുവനന്തപുരത്തിന് പാർട്ടി കരുതുന്നുണ്ട്. കേൾക്കുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ടിടത്തോളം ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും ശ്രീ അമിത്ഷാ ആണെങ്കിലും വിന്നബിലിറ്റി ജയസാധ്യത ഉള്ളവർ ആരാണോ അവരെ കൊണ്ട്, അത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം അങ്ങനെ ചിന്തയില്ല. വിന്നബിൾ കാൻഡിഡേറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഇന്നലെയായിരുന്നു എന്റെ സമാപനം. ഇന്നലെ പങ്കെടുക്കുകയുണ്ടായി. വളരെ വലിയ ജനപങ്കാളിത്തവും വളരെയധികം ആവേശവും. കാരണം ഇടത് വലത് സർക്കാരുകളുടെ ദുർഭരണം കൊണ്ട് കേരളത്തിലെ യുവതലമുറ മുതൽ ഏറ്റവും പ്രായമായവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ പദയാത്ര വലിയൊരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ വരുന്ന ഇലക്ഷനിൽ കാണാനും സാധിക്കും. നമസ്തേ.